നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴയാറിലേക്ക് രാസമാലിന്യവും ഒഴുക്കുന്നതായുള്ള സംശയം ബലപ്പെടുന്നു. തോടിലൂടെ ഒഴുകിയെത്തിയത് കറുത്ത ദ്രാവകം. പ്രതിപക്ഷ അനുകൂല അധ്യാപക സർവീസ് സംഘടനകളുടെ ജില്ലാ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് അവാർഡ് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നതായുള്ള സംശയം ബലപ്പെടുന്നു. നഗരമധ്യത്തിലൂടെ എത്തുന്ന തോടിലൂടെ ഏറെ നേരം നിറം മങ്ങിയ വെള്ളം ഒഴുകിയെത്തിയതാണ് സംശയം ബലപ്പെടുത്തുന്നത്. പാപ്പൂട്ടി ഹാളിന് സമീപം പുഴയിൽ ചേരുന്ന തോടിലൂടെയാണ് കരിയോയിലിന്റെ നിറമുള്ള മലിനജലം പുഴയിൽ കലരുന്നത്. ഉച്ചയ്ക്ക് മണിക്കൂറുകളോളം കരി നിറമുള്ള വെള്ളം പുഴയിൽ കലർന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കരി നിറമുള്ള വെള്ളം കലർന്നതുമൂലം ആനക്കൂട് ഭാഗത്ത് കുളിക്കാനെത്തിയവർ മടങ്ങിപ്പോവുകയായിരുന്നു. മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തൊടുപുഴ മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. ഓടയിലൂടെ മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ നഗരസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രികളിലെ കിടക്കവിരികളും മറ്റു വിരിപ്പുകളും പുഴയിൽ കഴുകുന്നത് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമവിരുദ്ധമായ ഈ നടപടി CTV വാർത്തയിലൂടെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ തൊടുപുഴ ആറ്റിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതായിട്ട് ഇന്നലെ CTV ന്യൂസിൽ കാണുകയുണ്ടായി. ഈ കാര്യം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ആരാണ് ചെയ്യുന്നത്, അവർ തന്നെ അത് നിയമവിരുദ്ധമായി ഇങ്ങനെ ചെയ്യാതെ നിയമാനുസരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ തൊടുപുഴ ആറ്റിലേക്ക് വരുന്ന ഓടയിലൂടെ അഴുക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അപ്രകാരം ചെയ്യുന്നവർക്കെതിരെ വളരെ കർശനമായ നടപടി സ്വീകരിക്കും. ഈ കാര്യത്തെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി പലതവണ താക്കീത് കൊടുക്കുകയും ചെയ്യരുത് എന്ന് പബ്ലിക് നോട്ടീസിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം കേസുകൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി നഗരസഭ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ അനുകൂല അധ്യാപക സർവീസ് സംഘടനാ സംയുക്ത സമരസമിതി നയിച്ച ജില്ലാ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. പങ്കാളിത്ത പെൻഷൻ നീക്കം ഉപേക്ഷിക്കുക, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. D. ബിനിൽ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ M. ശങ്കരൻകുട്ടി, വൈസ് ക്യാപ്റ്റൻ C. വാമദേവ്, TSN ഇളയത്, VK ബിജു, A. ലത, PM ഫിറോസ്, A. സുരേഷ് കുമാർ, VR പ്രേംകിഷോർ, AN ചന്ദ്രബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനുകൂല്യമാണ് പെൻഷൻ എന്നുള്ളത്. ആ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത തീരുമാനം നമുക്കറിയാം. ഓഗസ്റ്റ് 8 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബിനെ സംബന്ധിച്ചാണ്. അതുപോലെയുള്ള ഒരു അണുബോംബാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിലേക്ക് UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1.5 വർഷത്തിനുള്ളിൽ വർഷിച്ചത് എന്നുള്ളതാണ്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും ജീവത്തായ ഒരു ഡിമാൻഡാണ്, അവന്റെ ജീവവായുവാണ്. അത്തരത്തിലുള്ള ഒരു ജീവവായുവിനെതിരെയാണ് UDF ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അവനെ തീരാ ദുഃഖത്തിലാക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. വാർദ്ധക്യ കാലഘട്ടത്തിൽ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു മിച്ച സമ്പാദ്യം എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് തരുന്ന ഈ ആനുകൂല്യം അത് ആരുടെയും ഔദാര്യമല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മുടെ UDF ഗവൺമെന്റ് പറയുന്നു അങ്ങനെ അത് കൊടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത്.
ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് ഏർപ്പെടുത്തിയ NPA മാനേജ്മെന്റിനുള്ള ദേശീയ അവാർഡ് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന് ലഭിച്ചു. വായ്പാ കുടിശ്ശികക്കാർക്ക് മാനുഷിക പരിഗണന നൽകി നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുന്നതിന് ബാങ്ക് നടത്തിയ ശ്രമങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ CC തോമസും ജനറൽ മാനേജർ AR രാജേഷും പറഞ്ഞു. റിസർവ് ബാങ്ക് മുൻ ഡയറക്ടർ ചെയർമാനായുള്ള ജൂറിയാണ് ബാങ്കിനെ തിരഞ്ഞെടുത്തത്. പൂനെയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററും ജനറൽ മാനേജറും ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി. നമ്മുടെ ഒരു ഓതറൈസ്ഡ് ഓഫീസർ അടിമാലി ബ്രാഞ്ചിന്റെ പരിധിയിൽ വരുന്ന ഒരു കുടിശ്ശികക്കാരന്റെ അടുക്കലാണ് ഈ വസ്തു കൈവശപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പൊ രാവിലെ പോയി അത് നമ്മുടെ CJM കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ച് പോലീസ് സംരക്ഷണത്തോടുകൂടി പോയി ആണ് ഈ വസ്തു കൈവശപ്പെടുത്തുന്നത്. അപ്പൊ 11 മണിയാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 65 വയസ്സായ ഒരു സ്ത്രീയും 14 വയസ്സുള്ള വികലാംഗയായ കുട്ടിയും മാത്രമേ വീട്ടിലുണ്ട്. ഇവരെ ഇറക്കി വിട്ടിട്ട് എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇമ്മീഡിയറ്റ്ലി എന്നെയാ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇനി അത് പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇറക്കി വിടണ്ട, അവരെ നമുക്ക് ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴും തന്നെ പ്രസിഡന്റിനോട് വിളിച്ച് അനുമതി ചോദിച്ചു, സാറേ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, അത് ചെയ്തോളാനും പറഞ്ഞു. അപ്പൊ അങ്ങനെ അതിൽ നിന്നുകൊണ്ട് ആ ഒരു സാഹചര്യം നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചു, എന്തുകൊണ്ട് കുടിശ്ശികയായി വരുന്ന ആളുകളെ അവരുടെ പോയിട്ട് അവരോടൊന്ന് ചോദിച്ചുകൂടാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആവുന്നത്, ഇനി അവർക്ക് ഒരു അവസരം കൂടെ കൊടുത്താൽ ഒരു പക്ഷെ അവർ രക്ഷപ്പെട്ടു വരുമോ? ഇത്തരം കുറെ ചോദ്യങ്ങൾ നമ്മൾ ഡെലിബറേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നു. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് മാനേജറുടെ മുകളിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥര് ഇത്തരത്തിൽ വരുന്ന എല്ലാ കുടിശ്ശികക്കാരെയും പോയി നേരിട്ട് കണ്ട് അവരോടൊപ്പം സമയം പറഞ്ഞ്, ഹെഡ് ഓഫീസിൽ നിന്ന് അവരെ കാണാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് അവരുടെ വിഷയങ്ങൾ സംസാരിച്ച് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇൻവേരിയബിളി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ബാങ്കിനെ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിൽ കൂടെ നമുക്ക് ഏതാണ്ട് ഒരു അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് more than 90% ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പെർഫോമൻസ് അളന്നിരുന്നത് എത്ര വസ്തു കൈവശപ്പെടുത്തി എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ എടുക്കാൻ പോകുന്ന ആളുകളോട് പറഞ്ഞത്, നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കുറച്ചെടുക്കുന്നുള്ളതാണ്. MVIP അതിർത്തി പുനർനിർണയിച്ച് ജണ്ടയിടുന്നതിൽ ക്രമക്കേടുണ്ടെന്ന് പരാതി. ആനക്കയം തലയനാട് ഇലവങ്കൽ മാത്യുവാണ് തന്റെ കൈവശഭൂമി MVIP പിടിച്ചെടുത്തതായി പരാതിപ്പെടുന്നത്. MVIP അതിർത്തി പുനർനിർണയിച്ച് ജണ്ടയിടുന്നതിൽ ക്രമക്കേടെന്ന് വീട്ടുടമ ആരോപിച്ചു. ആനക്കയം തലയനാട് പെരുങ്കുഴി ഭാഗത്ത് കഴിഞ്ഞ 36 വർഷങ്ങളായി സ്ഥിരതാമസക്കാരനായ ഇലവുങ്കൽ മാത്യുവും കുടുംബവുമാണ് ഇതുമൂലം കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. 1980 മുതൽ ഇവർ ഇവിടെ സ്ഥിരതാമസമാണെങ്കിലും ഭൂമി സംബന്ധമായ രേഖകൾ ഇവർക്ക് ഇനിയും ലഭിച്ചിട്ടില്ലാത്തതിനാണത്രേ ഇവരുടെ കൈവശ സ്ഥലം MVIP കയ്യേറി ജണ്ടയിടുന്നതെന്ന് മാത്യു പറയുന്നു. 37 വർഷം 40 വർഷത്തോളം അടുത്തായി ഇവിടെ MIPയുടെ പഴയ കല്ലിട്ടിട്ട്, ആ കല്ല് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് കയറ്റിയിടുന്ന കല്ല 40 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ട്, ഞാൻ 30 വർഷത്തെ ഇവിടെ താമസം തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ അയൽവക്കക്കാർ തന്നതാണ് ഇത്. അവർ കാരണന്മാരെല്ലാം മരിച്ചുപോയി. അത് കഴിഞ്ഞാൽ അതൊന്ന് എഴുതി മേടിക്കാൻ എനിക്കെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരിപ്പം ബാക്കി അങ്ങ് എടുത്തു പോയാൽ എനിക്ക് MIPയുടെ അല്ലാതെ കിടക്കുന്ന ഭൂമി എനിക്ക് മതി. എനിക്കല്ലാതെ ആരും ഒന്നും വേണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. MIPയുടെ ആണെന്നും പറഞ്ഞ് എനിക്ക് വേണ്ട, നാട്ടുകാരുടെ മുതലും വേണ്ട എനിക്ക്. പഞ്ചായത്തിൽ നിന്ന് തന്ന ഇത്രയും മുതൽ ഉണ്ട് ഇല്ല. അപ്പോൾ പുതിയതായിട്ടൊരു കല്ലിട്ട് വരുന്നു. അപ്പോൾ കല്ലിട്ട് വന്നപ്പോൾ അത് അവരോട് പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ ചേട്ടനെ തന്നെ കരമടയ്ക്കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്നാൽ പിന്നെ ചേട്ടനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ മാറിയിരുന്നു. കാരണം അവരോട് നമുക്ക് വഴക്കുണ്ടാക്കേണ്ട കേസില്ല, നമുക്കൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ 10 മനുഷ്യർ കൂടെ സഹായിക്കുന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പം നമ്മുടെ അയൽവക്കക്കാരാണെങ്കിൽ തന്നെയും എന്നെ ദ്രോഹിച്ചിട്ടില്ല, ഞാൻ അവരെയും ദ്രോഹിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് അവരുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ഇവർക്ക് റേഷൻ കാർഡും കറണ്ട് കണക്ഷനും വീട് പുതുക്കി പണിയുന്നതിന് സർക്കാർ ധനസഹായവും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയമില്ലെന്ന കാരണം പറഞ്ഞ് പഴയ അതിർത്തിക്ക് പകരം അതിർത്തി പുനർനിർണ്ണയിക്കുന്നതോടെ മാത്യുവും കുടുംബവും വഴിയാധാരമാകും. 35 വർഷത്തിനപ്പുറം MVIPക്ക് വേണ്ടി പൊന്നും വിലയ്ക്ക് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അതിർത്തി നിശ്ചയിച്ചപ്പോഴും മാത്യുവും കുടുംബവും ഇവിടെ സ്ഥിരതാമസമായിരുന്നു. അന്ന് മാത്യുവിനെയും കുടുംബത്തെയും MVIP ഒഴിവാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡെക്കറേഷൻ ആൻഡ് ഹയറിംഗ് സർവീസ് അസോസിയേഷൻ തൊടുപുഴ താലൂക്ക് കൺവെൻഷനും വാർഷിക സമ്മേളനവും നടന്നു.
അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KP റോയി, P ഷാജികുമാർ, AA സക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ശ്രീരാമകൃഷ്ണ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അമൃതംഗമയ 2012-17 സ്വാഗത സംഘം രൂപീകരിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ചികിത്സാ ആരോഗ്യ പരിപാലന രീതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം. മുനിസിപ്പൽ കൗൺസിലർമാരായ PG രാജശേഖരൻ, TS രാജൻ, വിവിധ സംഘടനാ നേതാക്കളായ ആന്റണി കണ്ട്രിക്കൽ, MC മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ആത്മഹത്യകൾ കൂടുന്നു, അതേപോലെ മാനസിക രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ നമുക്ക് ഒരു ചേർച്ചക്കുറവ് നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു ഒറ്റമൂലി എന്ന നിലയിൽ നമുക്ക് യോഗ അഭ്യസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ UPS സ്കൂള്, LP സ്കൂള് മുതൽ നമുക്ക് ഈ ഒരു യോഗ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിരിമുറുക്കങ്ങളും അതുപോലെ സംഘർഷങ്ങളും ശാരീരിക ശൈലീ രോഗങ്ങളും എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. തനതായ മറ്റൊരു ലോകത്തിന്റെ അല്ല, നമ്മുടെ തന്നെ രാജ്യത്തിന്റെ ഈ തനതായ ശൈലി പരീക്ഷിക്കുവാൻ കിട്ടുന്ന അവസരമായി ഇത് കണ്ടുകൊണ്ട് ഇത് വിജയിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇവിടുത്തെ സ്വാഗത സംഘം ഇന്ന് രൂപീകരിക്കും. കൂട്ടായ ഒരു യജ്ഞം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രവർത്തനം വൻ വിജയമാക്കാൻ സാധിക്കും. എല്ലാവരെയും ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മാലിന്യങ്ങൾ പുഴയിൽ കാണാനിടയായ സംഭവം ദൗർഭാഗ്യകരമെന്ന് കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി VE അബ്ബാസ്, ബ്രാഞ്ച് പ്രസിഡന്റ് രാജേഷ് ബേബി, സെക്രട്ടറി CS ഷമീർ എന്നിവർ പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന മാലിന്യങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യുവാൻ കരാറേകി വരുന്ന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അറിഞ്ഞയുടനെ NGO അസോസിയേഷൻ നേതാക്കൾ നേരിട്ടെത്തി മാലിന്യ നിക്ഷേപം സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കം ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയാറിലേക്ക് രാസമാലിന്യവും ഒഴുക്കുന്നതായുള്ള സംശയം ബലപ്പെടുന്നു. തോടിലൂടെ ഒഴുകിയെത്തിയത് കറുത്ത ദ്രാവകം. പ്രതിപക്ഷാനുകൂല അധ്യാപക സർവീസ് സംഘടനകളുടെ ജില്ലാ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് അവാർഡ് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിന്. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.